മഹാറാണി സിൽക്സ് നിലമ്പൂർ കൽപ്പറ്റ. കാളത്തോട്ടുകാരൻസ് മഹാറാണി ഗോൾഡ് പാർക്ക് നിലമ്പൂർ ബഹ്റൈൻ. കാളത്തോട്ടുകാരൻസ് മഹാറാണി ജ്വല്ലേഴ്സ് നിലമ്പൂർ എടക്കര ബഹ്റൈൻ. നിലമ്പൂർ പാത്തിപ്പാറയിൽ കോൺക്രീറ്റ് റോഡിന്റെ ഒരു ഭാഗം തോട്ടിലേക്ക് ഇടിഞ്ഞു വീണു. 15ഓളം കുടുംബങ്ങൾ വഴി തടസ്സപ്പെടുമെന്ന ആശങ്കയിലാണ് കഴിയുന്നത്. കഴിഞ്ഞ ദിവസമുണ്ടായ കനത്ത മഴയിലാണ് റോഡിന്റെ ഒരു ഭാഗം ഇടിഞ്ഞത്. പ്രായമായവരും കിടപ്പ് രോഗികളും പ്രത്യേക പരിഗണന അർഹിക്കുന്നവരും ഉൾപ്പെടെ 15ഓളം കുടുംബങ്ങളുടെ ഏക ആശ്രയമാണ് ഈ റോഡ്. കോൺക്രീറ്റ് ചെയ്ത റോഡിനോട് ചേർന്നുള്ള ഭാഗമാണ് തോട്ടിലേക്ക് ഒലിച്ചിറങ്ങിയത്. മഴ വീണ്ടും ശക്തമായാൽ റോഡ് പൂർണ്ണമായും തകരുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ. തോട് കയ്യേറ്റമാണ് റോഡ് തകർച്ചയ്ക്കിടയാക്കുന്നതെന്നും ആക്ഷേപമുണ്ട്. നഗരസഭയിലെ 6 വാർഡുകളിലൂടെ ഒഴുകുന്ന തോട്ടിൽ കയ്യേറ്റം വ്യാപകമാണെന്ന് കാണിച്ച് നാട്ടുകാർ നേരത്തെ റവന്യൂ മന്ത്രിക്കും നഗരസഭയ്ക്കും മറ്റും പരാതി നൽകിയിരുന്നു. MLAയും നഗരസഭയും ഉൾപ്പെടെ അധികൃതർ പ്രശ്നം ഗൗരവമായി കാണണമെന്നും റോഡ് സംരക്ഷിക്കാൻ നടപടി സ്വീകരിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു. നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ പാത്തിപ്പാറ 13ാം ഡിവിഷൻ സ്ഥിതി ചെയ്യുന്ന പാത്തിപ്പാറയിലാണ് ഈ ഒരു ദാരുണ സംഭവം സംഭവിച്ചിട്ടുള്ളത്. 8-10 കുടുംബങ്ങളോളം താമസിക്കുന്ന ഏരിയയിലേക്കുള്ള വഴിമാർഗ്ഗമാണ്. ഹോസ്പിറ്റലിലേക്കും മറ്റ് സ്ഥലങ്ങളിലേക്കും വീടുകളിലേക്കും പോകുന്ന വഴിയുടെ അവസ്ഥയാണ് ഈ കാണുന്നത്. ഇപ്പോൾ ഈ പ്രദേശത്ത് ഒരു 10-15 വീടുകളുണ്ട്. അതിൽ പല വീടുകളിൽ കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടവർ, പിന്നെ അരക്ക് കീഴ്പ്പെട്ട് സ്വാധീനം ഇല്ലാത്തവർ, അതുപോലെ കിടപ്പ് രോഗികൾ. നിലവിൽ ഇപ്പം തന്നെ ഇവിടെ കിടപ്പ് രോഗികൾ 2-3 പേരുണ്ട്. അതുപോലെ അരക്ക് കീഴ്പ്പെട്ട് സ്വാധീനം ഇല്ലാത്തവരുണ്ട്, പിന്നെ കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടുകൊണ്ട്. അവർക്ക് ഏക ആശ്രയമാണ് ഈ റോഡ്. ഇതിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ കരിമ്പുഴയിൽ 1.5 കിലോമീറ്റർ ഇപ്പുറം പാത്തിപ്പാറ വാർഡിൻ്റെ എൻഡ്, പാത്തിപ്പാറ 13ാം വാർഡിൻ്റെ എൻഡിലാണ്. അവിടുന്ന് മുതിരിത്തോടിന് സമാനമായിട്ട് ചാരി വന്ന് ഒരു 10-15 വീടുകൾ ആശ്രയിക്കുന്ന ഏക റോഡാണിത്. ഇവിടേക്കുള്ള ഏക ആശ്രയം ഈ റോഡാണ്. അതിലെ അവസ്ഥയാണ് ഇപ്പോൾ. മിനിഞ്ഞാന്നത്തെ വെള്ളപ്പൊക്കത്തിന് സംഭവിച്ചതാണ്. ഇനിയും ഒരു നല്ലൊരു മഴക്കെടുതി കൂടെ ഉണ്ടായാൽ ഈ റോഡ് തന്നെ ഇല്ലാതാകുന്നിടത്തേക്കാണ് പോക്ക്. അപ്പം അതിന് മുന്നോടിയായിട്ട് നഗരസഭയുടെയും മുനിസിപ്പാലിറ്റിയുടെയും ഭാഗത്ത് നിന്നുകൊണ്ട് ഈ തോട്, ഈ ഇടിവിനെ സംരക്ഷിച്ചുകൊണ്ട്, ഈ ഇടിവ് സംഭവിക്കാതെ ഈ റോഡിനെ സംരക്ഷിക്കുന്ന രീതിയിലുള്ളൊരു കെട്ട് ഇതുവഴി അനുവദിക്കണമെന്നുള്ളതാണ് നഗരസഭയോട് നമുക്ക് പറയാനുള്ളത്. അതിൻ്റെ ബാക്കി ഫോളോ അപ്പ് എന്നുള്ള രീതിയിൽ ഇതിൻ്റെ മറ്റു കാര്യങ്ങളുമായിട്ട് ഞങ്ങൾ നഗരസഭയിൽ ഇവിടെയുള്ള താമസക്കാരെല്ലാവരും കൂടിയിട്ട് നഗരസഭയ്ക്കൊരു നിവേദനം, അതുപോലെ മറ്റു വകുപ്പ് തലങ്ങൾ, എന്താ വെച്ചാൽ നഗരസഭയ്ക്ക് ഒറ്റക്കല്ല, ഇത് മറ്റ് MP MLA ഫണ്ടുകൾ വരെ വിനിയോഗിക്കേണ്ട സാഹചര്യമുണ്ട്. അപ്പോൾ അതുകൂടെ ഇതിൻ്റെ ഭാഗമായിക്കൊണ്ട് ഇത്രയും കുടുംബങ്ങളെ സംരക്ഷിക്കുന്ന വിഷയത്തിൽ നഗരസഭയും MLAയും ഇവിടുത്തെ MP എല്ലാവരും ഇതിൻ്റെ ഭാഗമായി ഈ ഒരു വിഷയത്തിൽ ഇടപെടണമെന്നാണ് ഇതിൻ്റെ ഭാഗമായിട്ട് പറയാനുള്ളത്. ഇത് സംബന്ധിച്ച് നഗരസഭയ്ക്കും MLAയ്ക്കും പരാതി നൽകാൻ ഒരുങ്ങുകയാണ് നാട്ടുകാർ. നിലമ്പൂരിലെ തോട് കയ്യേറ്റം തിരിച്ചുപിടിക്കാൻ അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ലെന്ന ആക്ഷേപവുമുണ്ട്. A+ വിഷൻ നിലമ്പൂർ. നിലമ്പൂർ അറ്റ്ലസിൽ നിന്നും പർച്ചേസ് ചെയ്യൂ. കൈനിറിയ വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ നേടൂ. 1000 രൂപയുടെ ഓരോ പർച്ചേസിനും 500 രൂപ വില വരുന്ന ഫുഡ് കണ്ടെയ്നർ സമ്മാനം. 2000 രൂപയുടെ ഓരോ പർച്ചേസിനും 700 രൂപ വില വരുന്ന ഇന്നർ സ്റ്റീൽ കാസറോൾ സമ്മാനം. 4000 രൂപയുടെ ഓരോ പർച്ചേസിനും 1000 രൂപ വില വരുന്ന ഇലക്ട്രിക് കെറ്റിൽ സമ്മാനം. 5000 രൂപയുടെ ഓരോ പർച്ചേസിനും 1200 രൂപ വില വരുന്ന ട്രക്കിംഗ് ബാഗ് സമ്മാനം. 19 രൂപ മുതൽ 999 രൂപ വരെയുള്ള വിലകളിൽ ട്രെൻഡിംഗ് ലേഡീസ് ജെന്റ്സ് കിഡ്സ് വസ്ത്രങ്ങൾ അറ്റ്ലസിൽ നിന്നും ഇപ്പോൾ ലാഭത്തിൽ സ്വന്തമാക്കാം. ട്രെൻഡിയും ഫാഷനബിളുമായുള്ള വസ്ത്രങ്ങൾ 100% ഗുണനിലവാരം ഉറപ്പുവരുത്തിക്കൊണ്ട് ഏറ്റവും കുറഞ്ഞ വിലയിൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന അറ്റ്ലസ് ഫാഷനിൽ നിന്നും ഇപ്പോൾ പർച്ചേസ് ചെയ്യൂ. കൈ നിറയെ വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ കരസ്ഥമാക്കാം. അറ്റ്ലസ് ഫാഷൻ, മിനർവ പടി, നിലമ്പൂർ.